ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് അത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോളിസി ബസാർ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് വഴിയും അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ പേ, നമ്മുടെ കയ്യിലുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ ഇൻഷുറൻസ് അടക്കുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കണമെന്നെനിക്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് വീഡിയോൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോളിസി ബസാർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോൺ മാത്രം മതി, ഒരു ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു PC-യുടെയോ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ വീഡിയോ കാണുക, അതുപോലെ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റ ID നൽകുന്നുണ്ട്. സോ മെസ്സേജ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് എന്ന യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്തും ചെയ്ത് വെച്ചിരിക്കുക. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഞാൻ താഴെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. സോ ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിനി രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇൻഷുറൻസിൻ്റെ ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പോളിസി ബസാർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് ആളുകളും ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ബെസ്റ്റ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ വാട്സപ്പ് ഉണ്ട്, ലോഗിൻ മൊബൈൽ നമ്പർ ഉണ്ട്. നിങ്ങൾ ലോഗിൻ വാട്സപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോട്ട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. സോ അവിടെ നിന്ന് OTP കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ ലോഗിൻ വിത്ത് മൊബൈൽ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. ഒരു OTP നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫിച്ചിങ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് നമ്മൾ ഈ ഒരു പോളിസി ബസാർ എന്ന ആപ്ലിക്കേഷൻ സ്വിച്ച് ആകുന്നുണ്ട്. സോ വീണ്ടും ജസ്റ്റ് ഒന്ന് ഓപ്പണായി വരുന്നതായിരിക്കും, ഓപ്പണായി വരുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ കാർ ഇൻഷുറൻസ് ഉണ്ട്, അതിന് തൊട്ടപ്പുറത്ത് 2 വീലർ ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 2 വീലർ ഇൻഷുറൻസ് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതേപോലെ തന്നെയാണ് കാർ ഇൻഷുറൻസ് കേട്ടോ. തൊട്ട് സൈഡിൽ നിങ്ങൾ അതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നിങ്ങളുടെ ഈ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു ബ്ലൂ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുർ യുവർ ബജാജ് പൾസർ 150. ഓക്കെ, ഇൻ ജസ്റ്റ് 16 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ഒരു ആകെ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് 3 പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്, 3 ഇൻഷുറൻസ് ടീം വന്നിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ഇനിയും ഒരുപാട് പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ഓൾ പ്ലാൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരുപാട് വരുന്നതായിരിക്കും. സോ ഓക്കെ, അതിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി പ്ലാനുകളുണ്ട്, അതുപോലെ തന്നെ കംപ്രഹെൻസീവ് പ്ലാനുകളുണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്ലാനുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് തേർഡ് പാർട്ടി ഓൺലിയാണ് ഈ കാണുന്നത്. ഒരുപാട് നല്ല നല്ല ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യൻ ഇൻഷുറൻസ് ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നല്ല ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയുടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റുള്ള കുറേ അത്യാവശ്യം നല്ല ഇൻഷുറൻസ് ആണ് ഇവിടെ കാണിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടിയിലൊക്കെ. സോ നമ്മൾ കമ്പനീസിലേക്ക് പോരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓരോ ബാങ്കിൻ്റെ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. യെസ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ICICIൻ്റെയും HDFCൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റും. സോ ഇതിൽ ഏറ്റവും ചുരുങ്ങിയിട്ടുള്ളത് ഏതാണ്, ഏറ്റവും ലോ ബജറ്റ് വന്നിട്ടുള്ളത് 726 രൂപയുടെ ഒരു പ്ലാൻ ഉണ്ട്. സോ 1 ഇയറിനാണത്. നിങ്ങൾക്ക് 3 വർഷത്തിന് വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്ലാൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഇവിടുന്ന് 726 രൂപയുടെ ഈ ഒരു പ്ലാനാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണോ പ്ലാൻ സെലക്ട് ചെയ്യുന്നത് ആ ഒരു പ്ലാനിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് ജെൻഡർ ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഫുൾ നെയിം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ആ ഒരു പെൻസിലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ തെറ്റ് ശരിയാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 2 ഡീറ്റെയിൽസാണ് നമ്മൾ ഡീറ്റെയിൽസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഡീറ്റെയിൽസിൽ നമ്മുടെ ഈ ഒരു ജെൻഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഇമെയിൽ ID ആണ്. സോ അപ്പോൾ ഒരു ഇമെയിൽ ID കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങളുടെ അതായത് ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക.
ഓക്കെ. സോ നമ്മൾ രജിസ്ട്രേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പോളിസി എക്സ്പയർ ആയിട്ടുള്ള ഡേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രീവിയസ് ഇൻഷുറർ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ പ്രീവിയസ് ഇൻഷുറർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ആ ഒരു ഫോൺ പേ വഴി ബൈക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാം. സോ പിന്നെ നമുക്ക് 90 ദിവസത്തിൻ്റെ മുമ്പാണ് നമ്മുടെ ഈ ഒരു ഇൻഷുറൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ പിന്നെയുള്ളത് നിങ്ങൾ റിവ്യൂ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം താഴത്ത് കാണുന്നത് അതായത് നമുക്ക് ടോട്ടൽ ഇപ്പോൾ 857 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. കാരണം 726 നമ്മുടെ ഈ ഒരു നെറ്റ് പേയ്മെൻറ്റും അതുപോലെ തന്നെ GST ആയിട്ടുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ടോട്ടൽ 800 സംതിങ് ഉണ്ട്. സോ അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോളിസി ബസാറിൻ്റെ നമ്മളെ പേയ്മെൻറ്റ് പേജിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് UPI ഉണ്ട്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മളെ UPI ആണ്. സോ UPI എല്ലാവരുടെ മൊബൈലുണ്ടായിരിക്കും, ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. സോ ഞാൻ ഗൂഗിൾ പേയുടെ UPI വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ UPI ID എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ ഗൂഗിൾ പേയുടെ UPI എന്താണെന്നും എവിടെയാണെന്നും അറിയാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനകത്ത് വീഡിയോൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. അത്യാവശ്യം 2 lakh above ആളുകൾ നമ്മൾ ആ ഒരു വീഡിയോ വ്യൂ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കാണുക. സോ ഗൂഗിൾ പേയുടെ UPI ID നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്യുക. ഒരു ടൈമിംഗ് കാണാൻ സാധിക്കും, ആ ടൈമിന് മുമ്പ് തന്നെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിപ്പം എൻ്റർ ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, റിക്വസ്റ്റ്, അതായത് മണി റിക്വസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ ഗൂഗിൾ പേയിലേക്ക് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. സോ അവിടെ നിന്ന് ശേഷം പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ UPI പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബാങ്കിൽ നിന്ന് ഈ ഒരു ക്യാഷ് ഡെബിറ്റ് ആവുകയും ആ ഒരു പോളിസി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആക്റ്റീവ് ആയി കിട്ടുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നേരെ റീസെൻഡിലോട്ട് വരിക. റീസെൻഡ് വന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് തന്നെ റീഡയറക്റ്റ് ആവുക. സോ ഇപ്പോൾ നമ്മളെ ഈ ഒരു പേയ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മളൊരു KYC വെരിഫിക്കേഷൻ ചെയ്യാണ്ട് ഇപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ KYC വെരിഫിക്കേഷൻ പെൻഡിംഗ് എന്നാണ് കാണിക്കുന്നത്. സോ അവിടെ ആയിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് കംപ്ലീറ്റ് CKYC എന്ന് കാണാൻ സാധിക്കും, അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാൻ കാർഡ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആധാർ കാർഡൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ആധാർ കാർഡ് വെച്ച് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി പ്രൂഫ് നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ആധാർ കാർഡുണ്ട്, പാൻ കാർഡിൻ്റെ വോട്ടർ ID ഇങ്ങനെ തുടങ്ങിയ ഒരുപാടുണ്ട്. സോ നിങ്ങൾ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക. പിന്നെ അഡ്രസ് പ്രൂഫിൻ്റെ അവിടെയും ആധാർ കാർഡ് ഉണ്ട്. സോ അത് നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റായി തോന്നുന്നത് വോട്ടർ ID ആണോ അല്ലാന്നുണ്ടെങ്കിൽ ആധാർ കാർഡാണോ, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, പിന്നെയുള്ളത് ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പാൻ കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തിട്ട് CKYC കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എറർ കാണിക്കും. ഇങ്ങനെ എറർ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ CKYC കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത് ഇങ്ങനെ എറർ കാണിച്ച സമയത്ത്. സോ വീണ്ടും നമ്മൾ ഈ ഒരു പേരിലോട്ട് വരുന്നതായിരിക്കും. ഇവിടുന്ന് നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് ആധാർ കാർഡ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ ആധാർ കാർഡിൻ്റെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഡ്രസ് പ്രൂഫിലും ഞാൻ ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തത് കൊണ്ട് ഇവിടെ നമുക്കത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ ഓക്കെ, അങ്ങനെ ഞാൻ ജസ്റ്റ് ഇവിടെ ആധാർ കാർഡൊക്കെ കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡും കൂടി കൊടുക്കാനുണ്ട്. ആ ബാക്ക് സൈഡും ഞാൻ അങ്ങനെ ക്രോപ്പ് ചെയ്യാനും കറക്റ്റ് ആക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മൾ ഈ ഒരു ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു പോപ്പപ്പ് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, മുകളിൽ നമ്മൾ ആധാർ കാർഡ് കൊടുത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ആധാർ കാർഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അവിടെ നിങ്ങൾ ഓൾറെഡി നമ്മൾ മുകളിൽ കൊടുത്തുകൊണ്ട് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ നിങ്ങൾ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുമ്പോട്ട് പോകുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഈ ഒരു ഇൻഷുറൻസ് 1 year നമ്മളിപ്പം എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ആവാനുള്ള ടൈമിംഗ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു ആർ എ ഇൻഷുറർ എന്ന് കാണാൻ സാധിക്കും.
അങ്ങനെ നമുക്കിപ്പോൾ 1 ഇയറിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ തന്നെ നമ്മളെ മൊബൈൽ ഫോൺ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പോളിസി നമ്പറും അതുപോലെ തന്നെ 1 ഇയർ പ്ലാനിങ് ആണ്. എക്സ്പയറി ഡേറ്റും കാണാൻ സാധിക്കും. 2025 നമുക്ക് ഇത് എക്സ്പയർ ആവുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പോളിസി ബസാർ വെച്ചിട്ട് നമുക്ക് EMI എടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇമെയിലോട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇമെയിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് പോളിസി എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ നമ്മൾ ഇമെയിലോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിലോട്ട് തന്നെ അവർ അയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഇതുപോലെ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ടാവും. സോ ഇത് നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിച്ച് വെച്ചാൽ മതി. നിങ്ങളെ ഇപ്പോൾ ഡിജിറ്റലായി നിങ്ങൾ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചാൽ മതി ഗൂഗിൾ ഡ്രൈവിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കടയിൽ പോയിട്ട് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കും ആ ഒരു കമ്പനിക്കാർ നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് പോളിസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവിടുത്തെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള റെസിപ്റ്റാണ് ഈ കാണുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഇമെയിലോട്ട് അവർ അയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റ ID നൽകുന്നുണ്ട്. സോ മെസ്സേജ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.